എനിക്ക് പുതിയൊരു ഷെഫിനെ കിട്ടി കേട്ടോ. എൻ്റെ ബ്രദർ ഇൻ ലോയാ. പാചകത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ പറയട്ടെ. കൊറോണ സമയത്ത് എൻ്റെ ഓൺ ബ്രദർ ഉണ്ണി ഞങ്ങൾക്കൊരു ചക്കമടൽ മാത്രം വെച്ചിട്ട്, ചക്കമടൽ എന്ന് പറയുമ്പോൾ മുള്ളൊഴിച്ച് ബാക്കിയെല്ലാം വെച്ചിട്ട് ഒരു ചക്ക ബിരിയാണി ഉണ്ടാക്കി തന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇതില് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാത്തിൻ്റെ മിക്സാണുള്ളത്. ഇത് അത്യാവശ്യം അരിഞ്ഞിട്ട് നമ്മുടെ സൗകര്യത്തിൽ ജസ്റ്റ് ഒന്ന് വാട്ട് ചെയ്ത് ആയിരിക്കും ഒരു യെല്ലോ കളർ ആവണ വരെ വഴറ്റണം. ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ചെക്കൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ വയ്യ കേട്ടോ. സോ അവനെ ഞങ്ങൾ മ്യൂട്ടാക്കി. ഇപ്പോൾ ഇവൻ ചെയ്തത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ആ ഒരു ഉള്ളി എല്ലാം കൂടി ചേർത്തിട്ടേ ഒന്ന് വഴറ്റിയെടുത്തു. പ്ലസ് ജീരകവും കുരുമുളകും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഗരം മസാല കേട്ടോ ഇതിനകത്ത് ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഗരം മസാല പ്ലസ് മഞ്ഞൾപ്പൊടി. എന്നിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇവനത് കാശ്മീരി അല്ല ചേർത്തത്. കാശ്മീരിക്ക് പകരം നോർമൽ എരിവുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി ആണെങ്കിൽ കുറച്ച് നല്ല കളർ കിട്ടും. പിന്നെ മല്ലിപ്പൊടിയും ഇതുപോലെ ഒരേ അളവിലായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാം ഒരേ ഒരു അളവിൽ. മഞ്ഞൾപ്പൊടി മാത്രം കുറച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു ടീസ്പൂൺ വെച്ചിട്ടായിട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇത് ഓൾറെഡി കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്നോട് കാണിച്ചു തരുവാണ്. വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിലാണ് ഇപ്പോൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇതിനകത്ത് കേട്ടോ മൺചട്ടിയിലാണ് വെക്കുന്നത്. എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിൽ സവാളയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റുന്നതിൽ ഇത് കാണിക്കരുത്. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇടണം. അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് പോലെ കിട്ടുമല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു കടലയും വേവിച്ച വെള്ളവും കൂടെ ഒരുമിച്ച് അതിനകത്താക്കണം. കാണുമ്പോൾ കടലാക്രമണം പോലെ ഇരിക്കുമെങ്കിലും ഇത് നന്നായിട്ട് പറ്റി വരണം. അത് ജസ്റ്റ് തിളച്ചൊന്ന് വെള്ളമൊന്ന് വറ്റി വരുന്നപ്പോഴത്തേന് നമ്മൾ ആ ഒരു അരച്ച് വെച്ച അരപ്പില്ലേ അത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചവെള്ളമൊന്നും കോരി ഒഴിക്കില്ല. ആ സമയത്ത് അരപ്പ് കഴുകി ഒഴിക്കാനായിട്ട് ചൂടുവെള്ളം തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ടത് കുറുകി വരുന്ന സമയത്ത് ചൂടോടുകൂടി പുട്ടിൻ്റെ കൂടെയായിട്ട് ഞങ്ങൾ കഴിച്ചത്. പറയാതിരിക്കാൻ വയ്യ, ഞാൻ വെറുതെ പറയുമല്ല. ഞാൻ ഇവനത്ര പാചകം അറിയില്ലെന്നൊക്കെ വിചാരിച്ചത്. അടിപൊളി സാധനം കേട്ടോ.